മൃതനാമുയിരിൻ തനയൻ ധന്യൻ ആഴിവില്ലാത്ത വിമലൻ ധന്യൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുവന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. അതിപരിശുദ്ധമായ ദിവസത്തിൻ്റെ ശുശ്രൂഷകൾ പൂർത്തീകരിച്ച് കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗവാക്കായിരിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കർത്താവ് കാൽവറിയിൽ മരിച്ചതിന് ശേഷം തൻ്റെ ആത്മീയമായ ശുശ്രൂഷകൾ ഉയർപ്പ് വരെയുള്ള സമയത്ത് നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി ദുഃഖ ശനിയാഴ്ച എന്ന പേരിൽ നമ്മൾ കൊണ്ടാടുന്ന ഈ ദിവസം കർത്താവിൻ്റെ ആ രക്ഷണ്യ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് ലഭിക്കേണ്ട കൃപാവരത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദുഃഖ ശനിയാഴ്ച എന്ന് പറയുന്ന ഈ ദിവസം കർത്താവ് പാതാളത്തിലേക്കിറങ്ങി അവിടെ മരിച്ചു കിടന്ന ദേഹികളെയെല്ലാം ഉയർപ്പിച്ച് തന്നോടുകൂടെ പർദീസയിലേക്ക് കൊണ്ടുപോകുന്നതിനെ ഓർക്കുകയാണ്. ആദം മുതൽ ഇന്ന് വരെ പാതാളത്തിൽ കിടന്ന ദേഹികളെല്ലാം പർദീസയിലേക്ക് കർത്താവ് കരയേറ്റുകയാണ്. രാജാധിരാജാവിനായി കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി വരുന്നത് പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന ആദം മുതൽ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും സന്തോഷത്തെയെല്ലാം പിതാക്കന്മാർ അവരുടെ പ്രാർത്ഥനകളിൽ കൂടി പ്രതിദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഓർക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പഠിക്കുവാനുണ്ട്. ഈ ശനിയാഴ്ച ദിവസം അവർ പ്രാരംഭ പ്രാർത്ഥനയായി പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് ഇപ്രകാരമാണ്: മനുഷ്യനെ സ്നേഹിക്കുന്നവനായ കർത്താവേ, നിന്നെ യൗസേപ്പും നിക്കോദിമോസും മൂറും നറുമ്പശയും ഇട്ട് സംസ്കരിച്ച പ്രകാരം ഞങ്ങൾ അവരോടുകൂടെ ജീവിപ്പിക്കുന്നതായ നിൻ്റെ കബറടക്കത്തെ സൽക്രിയകളാൽ ബഹുമാനിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. കർത്താവിനെ സുഗന്ധധൂപം പൂശി ഒരു പുതിയ കല്ലറയിൽ അടക്കി. ഇതിനകത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് കുരിശിൽ മരിച്ചത് ഏകദേശം 9 മണിക്കാണ്. അതായത് നമ്മുടെ വൈകിട്ടത്തെ 3 മണിയോട് അടുപ്പിച്ചു. അതിനുശേഷം യൗസേപ്പ് നീക്കോദിമോസും പീലാത്തോസിൻ്റെ അനുവാദം വാങ്ങിച്ച് ആ ശരീരം ഏറ്റെടുത്ത് സുഗന്ധലേപങ്ങളാൽ പൂശി ബഹുമാന്യമായ രീതിയിൽ അടക്കം ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, യഹൂദന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷയിലെ സുഗന്ധലേപം പൂശുന്നത് വളരെയധികം സമയമെടുത്തും ചിലപ്പോൾ ദിവസങ്ങളെടുത്തുമാണ്. യാക്കോബിനെ സുഗന്ധലേപനം ചെയ്യുവാൻ വേണ്ടി 7 ദിവസം എടുത്തു എന്നാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു യഹൂദന്മാരുടെ ശവസംസ്കാര ക്രമം അനുസരിച്ച് സുഗന്ധലേപനത്തിനായി ഒരുപാട് സമയമെടുക്കും. പക്ഷേ കർത്താവിന് അത്രയും സമയമില്ല. യൗസേപ്പും നീക്കോദിമോസും പീലാത്തോസിൻ്റെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഏകദേശം 11 മണിയായി കാണും. അതായത് നമ്മുടെ വൈകിട്ടത്തെ 5 മണിയെങ്കിലും ആയി കാണും. പിന്നീട് ആ ശരീരം ഇറക്കി അത് സുഗന്ധധൂപം പൂശുവാൻ 1 മണിക്കൂറേ സമയമുള്ളൂ. കാരണം 6 മണിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 12 മണിയായി കഴിഞ്ഞാൽ ആ ദിവസം അവസാനിച്ചാൽ അടുത്ത ദിവസം തുടങ്ങിയാണ്. പിറ്റേ ദിവസത്തെ സന്ധ്യ ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശബത്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഈ സുഗന്ധലേപനവും ഒന്നും പാടില്ല. ശബത്തിൽ അതൊന്നും ചെയ്യുവാൻ പാടില്ല. അതുകൊണ്ട് ആകെ കിട്ടിയ 1-1.5 മണിക്കൂറിനുള്ളിൽ ഈ സുഗന്ധലേപനം പൂർണ്ണമായും നടക്കത്തുമില്ല.
അതുകൊണ്ട് തന്നെയാണ് കർത്താവ് തൻ്റെ ശവസംസ്കാരത്തിനായി തൈലം പൂശുവാൻ വേണ്ടി പാപിനിയായ സ്ത്രീയെ അനുവദിച്ചത്. അവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി ചെയ്തതല്ലയോ എന്ന് പറഞ്ഞ് ആ ശുശ്രൂഷ ആ ഭവനത്തിൽ വെച്ച്, ലാസറിൻ്റെ ഭവനത്തിൽ വെച്ച് ഏറ്റെടുക്കുകയാണ്. ഈ ദുഃഖശനിയാഴ്ചയുടെ ശുശ്രൂഷയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ചില സംഗതികൾ ഉണ്ട്. ഇവിടെ യൗസേപ്പും നിക്കോദിമോസും കൂടെ കർത്താവിനെ സുഗന്ധലേപനങ്ങളാൽ പൂശുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവത്തെപ്പറ്റി പിതാക്കന്മാർ പ്രമിയോൻ സെദ്രായിൽ വർണ്ണിക്കുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ ചൊല്ലുന്ന കൗമാ പ്രാർത്ഥന, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥന, അല്ലെങ്കിൽ കൗമാ നമസ്കാരത്തിൻ്റെ ഈ പ്രാരംഭ പ്രാർത്ഥനയുടെ ഉത്ഭവം യൗസേപ്പും നിക്കോദിമോസും കൂടെ കർത്താവിനെ സുഗന്ധലേപനം ചെയ്യുന്ന സമയത്ത് നടന്ന ഒരു പ്രതിഭാസമാണ്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഇത് വെറുതെ എഴുതി ഉണ്ടാക്കിയൊരു പ്രാർത്ഥനയല്ല. ആ പ്രാർത്ഥന പിതാക്കന്മാർ ഇന്നത്തെ സന്ധ്യാനമസ്കാരത്തിലെ പ്രമിയോനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: സകലത്തെയും വഹിച്ചിരിക്കുന്നവനായി അടുക്കുവാൻ വഹിയാത്തവനും ഗ്രഹിപ്പാൻ വഹിയാത്തവനുമായ നിന്നെ സംസ്കാരത്തിന് കൊടുത്തപ്പോൾ പുണ്യവാനും നീതിമാനുമായ അരിമത്തേക്കാരൻ യൗസേപ്പ് നിന്നെ കൈകളിൽ എടുത്തു. നിന്റെ സ്നേഹിതനായ നിക്കോദിമോസ് വെടിപ്പുള്ള വസ്ത്രങ്ങൾ കൊണ്ടും മേൽത്തരമായ മൂരുകൊണ്ടും നറും പശു കൊണ്ടും നിന്നെ പൊതിയുകയും സുഗന്ധം പൂശുകയും ചെയ്തിട്ട് മരിച്ചവനെ എന്ന പോലെ അടക്കി. പ്രകൃതിയാൽ അറുതിയില്ലാത്തവനായ നിന്നെ പാറ വെട്ടിയുണ്ടാക്കിയ പുതിയ ശവക്കല്ലറയിൽ വെച്ചു. അപ്പോൾ നിന്റെ സംസ്കാരത്തെ ആദരിപ്പാൻ സ്വർഗത്തിലെ സകല ഭയങ്കര ദൂതന്മാരും ഇറങ്ങി വന്നു. അപ്പോൾ യൗസേപ്പും നിക്കോദിമോസും കൂടെ കർത്താവിനെ സുഗന്ധധൂപം പൂശുന്ന സമയത്ത് സ്വർഗീയ സൈന്യങ്ങൾ അവിടേക്ക് ഇറങ്ങി വന്നു. അവരുടെ ഉഗ്രമായ അരിശം മൂലം ശപിക്കപ്പെട്ട യഹൂദ സംഘത്തെ നശിപ്പിച്ച് കളയാതിരിപ്പാനായിട്ട് കുരിശാരോഹണ സമയത്ത് നീ കാണിച്ച ആംഗ്യം അവരെ ഇറങ്ങി വരുവാൻ സമ്മതിച്ചില്ല. അതായത് ദൈവം സ്കീപ്പാമയിൽ തൂക്കപ്പെട്ട് കിടക്കുകയാണ്. നമ്മൾ ദുഃഖവെള്ളിയാഴ്ച നമസ്കാരത്തിൻ്റെ 9-ാം മണിയിൽ ഒരു പ്രാർത്ഥനയുണ്ട്: ദൈവം സ്കീപ്പാമയിൽ തൂങ്ങി സൃഷ്ടികൾ അതിവിസ്മയമാർന്നു. ആകാശത്തിലെ സൈന്യങ്ങൾ ഭയമോട് വിറച്ചുകൊണ്ടിരുന്നു. അതായത് സ്വർഗീയ സൈന്യങ്ങൾ ഭയചകിതരായി നിൽക്കുകയാണ്. അപ്പോൾ പിതാക്കന്മാർക്ക് ലഭിച്ച വെളിച്ചത്തിനനുസരിച്ച് അവർ പ്രാർത്ഥന എഴുതിയിരിക്കുകയാണ്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അവരോട് ആംഗ്യം കാണിച്ചു: നിങ്ങളിപ്പോൾ ഇറങ്ങി വരരുത്, ഇതെൻ്റെ ദൗത്യമാണ്, ഞാൻ നിർവഹിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഉഗ്രകോപം ഉണ്ടാകാം, അരിശം ഉണ്ടാകാം, പക്ഷേ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് അവരോട് ആംഗ്യം കാട്ടി: ഇറങ്ങി വരരുത്, അടങ്ങി അവിടെ നിൽക്കുക. സമുദ്രത്തെ അടക്കിയവൻ തൻ്റെ ദൂതന്മാരോടും സൈന്യങ്ങളോടും പറഞ്ഞു: ഇപ്പോൾ ഇറങ്ങി വരരുത്. അതാണ് പ്രാർത്ഥനാരൂപത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. അവരുടെ ഉഗ്രമായ അരിശം മൂലം ശപിക്കപ്പെട്ട യഹൂദ സംഘത്തെ നശിപ്പിച്ച് കളയാതിരിപ്പാനായിട്ട് കുരിശാരോഹണ സമയത്ത് നീ കാണിച്ച ആംഗ്യം അവരെ ഇറങ്ങി വരുവാൻ സമ്മതിച്ചില്ല. എന്നാൽ അവർ നിൻ്റെ സ്നേഹിതന്മാരുടെ അടുക്കൽ ഇറങ്ങി വന്നു. അവർ താഴേക്ക് ഇറങ്ങി വന്നു. ഉഗ്ര കോപവും അരിശമൊന്നും കാണിച്ചില്ല. പക്ഷേ സൈന്യങ്ങളുടെ ഒരു വലിയ സംഘം താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവർ ആഘോഷത്തോടെ പാടുകയാണ്: ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ജയത്തിൻ്റെ സ്തുതി പഠിപ്പിച്ചു. ആരെ പഠിപ്പിച്ചു? യൗസേപ്പിനെയും നിക്കോദിമോസിനെയും. പക്ഷേ ആ സ്തുതി പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആ സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം.
ആരാണ് മരിച്ചു കിടക്കുന്നത്? ദൈവം ആണ് മരിച്ചു കിടക്കുന്നത്. പക്ഷേ മരിച്ചു കിടക്കുമ്പോൾ യഹൂദന്മാരുടെ ചിന്തപ്രകാരം, അല്ലെങ്കിൽ അവനെ ക്രൂശിൽ തൂക്കിയവരുടെ ചിന്തപ്രകാരം, അല്ലെങ്കിൽ പിശാചിൻ്റെ ചിന്തപ്രകാരം, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന മനുഷ്യരുടെ ആലോചന പ്രകാരം ഈ കിടക്കുന്നത് അശുദ്ധനായ ഒരുത്തനാണ്. കാരണം അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപം ആക്കി. അപ്പം പാപത്തെ കൊല്ലുവാൻ വേണ്ടി, മൃതിയാൽ മൃതിയെ കൊല്ലുവാൻ വേണ്ടി താൻ മൃതിയായി തീർന്നു. അപ്പോൾ താനിപ്പോൾ മനുഷ്യരുടെ മുമ്പാകെ പാപിയാണ്, അല്ലെങ്കിൽ അശുദ്ധനാണ്. അങ്ങനെ അശുദ്ധനായ ഒരുത്തനെയാണ് കൊന്നിട്ടേക്കുന്നത്. മനുഷ്യരുടെ മുമ്പാകെ അവരുടെ കണ്ണിൽ അശുദ്ധനായിരുന്നവനെ നോക്കി സ്വർഗീയ ദൂതസൈന്യങ്ങൾ പാടുകയാണ്, ദൈവമേ നീ പരിശുദ്ധൻ ആകുന്നു. അതുപോലെ തന്നെ ബലഹീനനായി മരിച്ചവനെ പോലെ യോസഫിൻ്റെ കൈകളിൽ കിടക്കുന്ന യേശു തമ്പുരാൻ, അവൻ ദൈവമാണ്, അവൻ ബലവാനാണ്. പക്ഷേ ലോകത്തിൻ്റെ ഭോഷത്വത്തെ ഇല്ലാതാക്കുവാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു. ബലഹീനനായി, അല്ലെങ്കിൽ ബലഹീനമാക്കപ്പെട്ടു. അങ്ങനെ ബലവാനായിരിക്കുന്നവൻ ബലഹീനനായി മരിച്ചവനെ പോലെ യോസഫിൻ്റെ കൈകളിൽ കിടക്കുന്നതിനെ നോക്കി സ്വർഗീയ ദൂതസൈന്യം പാടുകയാണ്, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മനുഷ്യരുടെ മുമ്പിൽ ബലഹീനനാണ്, ബലമില്ലാത്തവനാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ, സ്വർഗീയ സൈന്യങ്ങളുടെ മുമ്പിൽ, പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മുമ്പിൽ ബലവാനായി നിൽക്കുകയാണ്. അതുകൊണ്ട് അവർ ഏറ്റുപാടി, ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ദൈവം മരണമില്ലാത്തവനാണ്. യേശു മരണമില്ലാത്തവനാണ്. കാരണം യേശു ദൈവമാണ്. ആ ദൈവമായ യേശുവിനെ നോക്കി യഹൂദന്മാർ കൊന്നവനെ പോലെ ആക്ഷേപിക്കുമ്പോൾ, അല്ലെങ്കിൽ യഹൂദന്മാർ അവനെ കൊന്നുകളഞ്ഞു എന്ന് ആ കുരിശിന്മേൽ നോക്കി പരിഹസിക്കുമ്പോൾ, സ്വർഗീയ സൈന്യം ഭയത്തോടും വിറയലോടും കൂടി ആർത്തു പാടുകയാണ്, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഇതിനെ ട്രൈസാഗിയോൺ സ്തുതി എന്നാണ് പറയുന്നത്. ഈ ട്രൈസാഗിയോൺ സ്തുതി ആരെ കേന്ദ്രീകരിച്ചാണ് പാടുന്നതെന്ന് നമ്മളെപ്പോഴും ബോധ്യമുള്ളവരായിരിക്കണം. വിശുദ്ധ കുർബാനയൊക്കെ തുടങ്ങുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കുരിശിൽ മരിച്ചു കിടക്കുന്ന യേശുവിനെയാണ്. യേശുവിനെ നോക്കിയാണ്. ഇറ്റ്സ് പോയിൻറ്റിങ് ടുവേർഡ്സ് ക്രൈസ്റ്റ്, ജീസസ് ക്രൈസ്റ്റ്, ദ സെക്കൻഡ് പേഴ്സൺ, ദ ഹോളി ട്രിനിറ്റി. അവനെ നോക്കി പാടുകയാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഇത്രയും കാര്യങ്ങൾ മാലാഖമാർ പാടിയപ്പോൾ യൗസേപ്പും നിക്കോദിമോസും കൂടെ ഏറ്റുപാടിയതാണ്, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ളത്. അത് ഈ പ്രാർത്ഥനയിൽ പിതാക്കന്മാർ വിശദമായി എഴുതിയിരിക്കുന്നത് ഒന്ന് വായിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് നിൻ്റെ സ്നേഹിതന്മാർ ഏറ്റുപാടി. കർത്താവെ, ഞങ്ങൾ സത്യവിശ്വാസത്തിൽ യൗസേപ്പിനോടും നിക്കോദിമോസിനോടും കൂടി ഇപ്രകാരം അട്ടഹസിച്ച് പറയുന്നു, ദൈവമായി തന്നെ വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഭേദം കൂടാതെ മനുഷ്യനായി തീരുകയും മനുഷ്യരായ ഞങ്ങളെ നിൻ്റെ കൃപയാൽ ദൈവങ്ങളാക്കി തീർക്കുകയും ചെയ്ത വചനമായ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നികൃഷ്ടരായ ഞങ്ങൾക്ക് വേണ്ടി വിനയപ്പെടുകയും അധിക്ഷേപവും അപമാനവും ബലഹീനതയും സഹിക്കുകയും അശുദ്ധങ്ങളായ എല്ലാ ദുർവികാരങ്ങൾക്കും എതിരായി ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് തരികയും ചെയ്ത ഞങ്ങൾക്ക് വേണ്ടി ബലഹീനനായ ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും ജഡപ്രകാരമുള്ള നിൻ്റെ മരണത്താൽ ദുഷ്ടനിൽ നിന്നും മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും പാതാളത്തിൽ പിടിപ്പെട്ടിരുന്ന ആത്മാക്കളോട് പുനരുത്ഥാനവും മരിച്ചവരുടെ ഉയർപ്പും പ്രസംഗിക്കുകയും ചെയ്ത മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. നീ പ്രകൃത്യാ മരണമില്ലാത്തവനും നാശമില്ലാത്തവനും ആണെങ്കിലും 3 ദിവസം ശവക്കല്ലറയിൽ കിടപ്പാൻ തിരുവുള്ളം തോന്നുകയും ചെയ്ത മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഇത് ഈ സമയത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി. അവിടെ പാതാളത്തിലായിരുന്ന
അവസ്ഥയിലുണ്ടായിരുന്ന എല്ലാ ആത്മാക്കളെയും വിടുവിച്ച് തൻ്റെ ഉള്ളിലാക്കി, പറുദീസയിലാക്കി. അങ്ങനെ മൃതിയാൽ മൃതിയെ തകർത്തു. ഇപ്പോഴാണ് പിശാചിന് മനസ്സിലായത് കർത്താവിൻ്റെ ക്രൂശുമരണം അബദ്ധമായിപ്പോയി എന്ന്. കർത്താവിനെ കൊന്നത് പിശാചിന് വിജയമായിട്ടാണ് ആദ്യം തോന്നിയതെങ്കിലും മൃതിയാൽ മൃതിയെ കൊന്നു എന്ന് പിശാചിന് മനസ്സിലായത് ഇപ്പോഴാണ്. പാതാളത്തിലേക്ക് ഇറങ്ങി അവൻ ആത്മാക്കളെ വിടുവിക്കുവാൻ തുടങ്ങിയപ്പോഴാണ്. അതായത് കർത്താവ് യഥാർത്ഥത്തിൽ പിശാചിനെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തന്നെ പ്രാർത്ഥനയുണ്ട്. എവിടെയാണ് ആ പ്രാർത്ഥനയെന്ന് എനിക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മ വരുന്നില്ല. ഈ പ്രമീയൻ സെതറായിൽ തന്നെ നീ അങ്ങനെ പിശാചിനെയും അവൻ്റെ സർവ്വസൈന്യങ്ങളെയും വഞ്ചിച്ചു എന്നെഴുതിയിട്ടുണ്ട്. അതായത് കർത്താവ് പിശാചിനെ വഞ്ചിച്ചത് തന്നെത്താൻ പാപമാക്കിയപ്പോൾ പിശാച് വിചാരിച്ചു അവനും പാപിയായിപ്പോയി എന്ന്. എന്നാൽ അത് പന്നിക്ക് തോട്ട വെച്ച് അതിനെ കൊല്ലുന്ന ഒരു രീതിയായിരുന്നത്. അതായത് പന്നിയെ കൊല്ലുവാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? പന്നിയെ കൊല്ലുവാൻ വേണ്ടി പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത് തോട്ട വെച്ച് അതിനെ നശിപ്പിക്കും. തോട്ട വയ്ക്കുക എന്ന് പറഞ്ഞാൽ വെടിമരുന്ന് പോലെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ പന്നിക്കിഷ്ടമുള്ള ഇറച്ചി പൊതിയും. അപ്പോൾ പന്നി എന്ത് ചെയ്യും? ഇത് ഇറച്ചിയാണെന്ന് വിചാരിച്ച് അതിൽ കയറി കടിക്കും. അതിൻ്റെ ഉള്ളിലായി കഴിയുമ്പോൾ അവിടെ ഇരുന്ന് അത് പൊട്ടും എന്ന് പറയുന്ന പോലെ കർത്താവ് പാപം തൻ്റെ ശരീരത്തിന്മേൽ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പിശാചിന് വലിയ സന്തോഷമായി. പിശാചിൻ്റെ ഉള്ളിലേക്ക് പോകുവാൻ കർത്താവിന് എളുപ്പമാർഗവുമായി. കാരണം പാപം കണ്ടപ്പോൾ ഇവൻ വിചാരിച്ചു ഇവന് വിഴുങ്ങിക്കളയാമെന്ന് വിചാരിച്ചു. പക്ഷേ അകത്ത് വെടിമരുന്ന് ഉണ്ടെന്നുള്ള കാര്യം ഇവൻ അറിഞ്ഞില്ല. പാതാളത്തിൽ ചെന്നപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞ് അവിടെയുള്ള ദേഹികൾ, അതായത് മരിച്ചു കിടന്ന പാതാളത്തിൻ്റെ അവസ്ഥയിൽ കിടന്ന ദേഹികളെല്ലാം കർത്താവ് വിടുവിച്ച് പറുദീസയിലേക്ക് കർത്താവിൻ്റെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആദാം മുതൽ അന്ന് വരെയുള്ള എല്ലാ ദീർഘദർശിമാർ, പ്രവാചകന്മാർ, മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ മക്കളുടെ സർവ്വ ആത്മാക്കളും സന്തോഷത്തോടെ രാജാധിരാജാവിനെ എതിരേൽക്കുവാനായിട്ട് പാതാളത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് പറുദീസയിലേക്ക് കയറുവാനുള്ള സന്തോഷത്തിൻ്റെ ആധിക്യത്തിൽ കാത്തിരുന്ന ആ ഒരു പ്രതീതിയൊക്കെ ഈ പ്രമീയൻ സെതറായിൽ പിതാക്കന്മാർ വർണ്ണിക്കുന്നുണ്ട്. അത് ഇപ്പോൾ പറയുവാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ സൃഷ്ടികളുടെ സത്യപ്രകാശം ഗോകുൽത്തായുടെ മുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആ സൂര്യനെ ഇരുട്ടിലേക്ക് ഇറക്കി പരിശുദ്ധ കിരണം മരത്തിന്മേൽ തൂക്കപ്പെടുകയും അതിൻ്റെ കാന്തികളെ അഗാധങ്ങളായ പാതാളക്കുഴിയിലേക്ക് അയക്കുകയും ചെയ്തു. പ്രകൃതിയുടെ നാഥൻ കുരിശിന്മേൽ തറയ്ക്കപ്പെടുകയും പ്രകൃതികളെ താൻ പരിഭ്രമിപ്പിക്കുകയും അവ തന്നെ ആദരിക്കുകയും ചെയ്തു. സൃഷ്ടാവിൻ്റെ കഷ്ടാനുഭവ സമയത്ത് ഉയരവും ആഴവും താൻ ദൈവമാണെന്ന് സാക്ഷിച്ചു. സൃഷ്ടാവ് പ്രവർത്തിച്ച ഭയങ്കര കൃത്യങ്ങൾ താൻ സൃഷ്ടാവാകുന്നുവെന്ന് പ്രസംഗിച്ച് തൻ്റെ നാഥൻ നഗ്നനായി കിടക്കുന്നത് കണ്ടിട്ട് പകൽ അതിൻ്റെ വസ്ത്രം കീറിക്കളയുന്നു. ഭൂമി മൃതശരീരങ്ങളെ തനിക്ക് നേരെ കുടയുന്നു. അപ്പോൾ കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി ദേഹികളെ എല്ലാം വീണ്ടെടുത്ത് തന്നിലാക്കി പറുദീസയിലാക്കി. അപ്പോൾ ഇവിടെ കാലികമായി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനിയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അതായത് ഇന്ന് നമ്മൾ ദുഃഖശനിയാഴ്ചയിൽ സംബന്ധിക്കുന്നത് നമ്മുടെ വാങ്ങിപ്പോയ ആത്മാക്കളെ, നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ആണ്. അത് നമ്മൾ ചെയ്യുകയും വേണം. എന്നാൽ അതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വാങ്ങിപ്പോയ ആത്മാക്കളെല്ലാം നമ്മൾ വിശുദ്ധ കുർബാനയിൽ നാളെ ഓർത്ത് പ്രാർത്ഥിക്കും. അവർക്ക് വലിയ സന്തോഷമാവും. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളണം. നമ്മുടെ വാങ്ങിപ്പോയ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതകാലത്ത് അവർക്ക് എന്തെങ്കിലും ബലഹീനതകളൊക്കെ സംഭവിച്ച് അവരുടെ ആത്മാക്കൾ പിശാചിൻ്റെ പിടിയിൽ ഇപ്പോഴും ഇരിപ്പുണ്ടെങ്കിൽ വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ
ശരീരം അവൻ നമുക്ക് തന്നിട്ടുള്ള ആ ശരീരത്തിലും രക്തത്തിലും സമർപ്പിച്ച് അവരുടെ പേരുകളെ ഓർത്ത് കർത്താവിൻ്റെ രക്തത്തിൽ കൂടി ഒഴുകപ്പെട്ട അല്ലെങ്കിൽ ഒലിച്ചിറങ്ങിയ പരിശുദ്ധാത്മ അഭിഷേകം അവരിലേക്ക് വന്ന് അവർ പറുദീസയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ആനന്ദവും ആശ്വാസവും നമുക്ക് ഈ ഭൂമിയിലിരുന്നുകൊണ്ട് ഈ ജഡത്തിലിരുന്നുകൊണ്ട് മനസ്സിലാവില്ല. ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് നമ്മളോട്, അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോട് വലിയ കടപ്പാടും സ്നേഹവും തോന്നും. അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. നമ്മളൊരാളെ സഹായിക്കുകയാണെന്ന് വിചാരിക്കുക, അയാൾക്ക് നന്ദി കാണില്ലേ? അതുപോലെയാണ് നമ്മുടെ സ്വന്തം വാങ്ങിപ്പോയവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ വാങ്ങിപ്പോയ വിശ്വാസികൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ആരെങ്കിലും ഒരു വിശുദ്ധ കുർബാനയിൽ എന്നെ ഓർക്കണമേ എന്ന് ദാഹിച്ചു നിൽക്കുന്ന ഏതെങ്കിലും വാങ്ങിപ്പോയ ആത്മാക്കളുണ്ടെങ്കിൽ നമ്മൾ അവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാക്കൾ സന്തോഷിക്കുകയും നമ്മുടെ വിശുദ്ധ കുർബാനയിലുള്ള ആ സമർപ്പണം വഴിയായി അവർക്ക് പാപക്ഷമയും പാപമോചനവും കിട്ടി അവരുടെ ഒരു ദേഹി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പറുദീസിലേക്ക് മാറ്റപ്പെടുമ്പോൾ ആ ദേഹിക്കുണ്ടാകുന്ന ആനന്ദത്തിൻ്റെ നന്ദി സൂചകം നമ്മളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അത് സഭയുടെ ഒരു വലിയ പ്രതീക്ഷയും വിശ്വാസവുമാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഓർത്തെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. അത് വാങ്ങിപ്പോരെ ഓർക്കണം. കർത്താവിൽ മൃതരായവർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രവർത്തികൾ പിന്തുടരേണ്ടതാകുന്നുവെന്നാണ് വെളിപാടിൻ്റെ പുസ്തകത്തിലെ വാക്യം. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം, അത് വളരെ ശ്രദ്ധയോടെ തെറ്റിദ്ധരിക്കാതെ മനസ്സിലാക്കണം. നമ്മളുടെ ഉള്ളിൽ ചത്ത ദേഹികൾ ഉണ്ടാവാം. ഓശാനയുടെ ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. നമ്മളുടെ ഉള്ളിൽ ജീവവൃക്ഷത്തിൻ്റെ ആ ഫലം നമ്മൾ പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ജീവവൃക്ഷം ഉണങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. ജീവവൃക്ഷം ഉണങ്ങുവാൻ കാര്യം എന്താണ്? ഒന്നുകിൽ കള മുളച്ചിട്ടുണ്ടാവാം, മുള്ളും പറക്കാരെയും മുളച്ചിട്ടുണ്ടാവാം. അതായത് ജഡത്തിൻ്റെ പാപത്തിൻ്റെ ഫലമായി നമ്മളിൽ വന്നുകൂടുന്ന ദുശ്ചിന്ത, അഹങ്കാരം, ദൊന്നുപക്ഷം, വൈരാഗ്യം, വിദ്വേഷം, അസൂയ, വ്യഭിചാരം, അശുദ്ധി, ദുർനടപ്പ് മുതലായ ജഡീക പാപങ്ങൾ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ അതുണ്ട്. എന്താണ് ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നുള്ളത്? ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ മുള്ളും പറക്കാരെയുമായിട്ട് നമ്മുടെ ഉള്ളിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ദേഹികളെ കൊന്നുകളയും. അതവിടെ കിടന്ന് ചത്തുപോകും. ആ ദേഹി പാതാളത്തിലേക്ക് പോകും. കാരണം മുള്ളും പറക്കാരെയും ദൈവം സൃഷ്ടിച്ചതല്ല, മറിച്ച് ഭൂമിയിൽ നിന്ന് ഭൂമി ശാപത്തിൻ്റെ ഫലമായി മുളച്ചു വന്നതാണ്. അപ്പോൾ പാപത്തിൻ്റെ ഫലമായി നമ്മുടെ ഉള്ളിൽ ജഡത്തിൻ്റെ മോഹപ്രവൃത്തികൾ വരും. നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് പാപം ചെയ്യുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ക്ഷീണിതനാവുകയും തൽഫലമായി അവിടെ പാതാളത്തിൻ്റെ അവസ്ഥയുണ്ടാകും. ഈ പാതാളത്തിൻ്റെ അവസ്ഥ നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അകത്ത് നിരാശകൾ, പാപചിന്തകൾക്കുള്ള അടിമപ്പെട്ട ജീവിതം, അതുപോലെ തന്നെ തകർന്നിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ എന്തുകൊണ്ടാണ് നമുക്കുണ്ടാകുന്നത്? നമ്മുടെ ഉള്ളിൽ പാതാളത്തിൻ്റെ അവസ്ഥ ഉള്ളതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ കുറച്ച് ഭാഗങ്ങൾ എങ്കിലും ചത്തിരിക്കുന്നുവെന്നാണ്. നമ്മൾ ഓശാന ഞായറാഴ്ച പഠിച്ചു, ചത്തിരിക്കുന്ന ഭാഗങ്ങളിൽ എന്ത് വന്നുകൂടും? കഴുക്കൾ വന്നുകൂടും. ശവമുള്ളിടത്ത് കഴുക്കൾ വന്നുകൂടും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ചത്തിരിക്കുന്ന ഈ ദേഹികളെയെല്ലാം നാളത്തെ വിശുദ്ധ കുർബാനയിൽ ഓർക്കണം. ഇച്ചിരി കടുത്ത ഭാഷയിൽ ഞാനൊരു കാര്യം പറയാം. എല്ലാവരും അത് സ്വീകരിക്കണമെന്നില്ല. മരിച്ചവരുടെ ലിസ്റ്റിൽ ഞാൻ എൻ്റെ പേർ ഓർക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ചത്തിരിക്കുന്ന ഒരുപാട് ദേഹികളുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് ആ ദേഹികളെ കർത്താവ് ഏറ്റെടുത്ത് തൻ്റെ കരസ്പർശനത്താൽ അവയെ അവൻ്റെ ഉള്ളിലാക്കി പറുദീസയിലാക്കിയെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ
നിരാശാബോധമില്ലാതാകുകയും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വളർത്തപ്പെട്ട അശുദ്ധമായ ചിന്തകളും ജഡീക പ്രവൃത്തികളൊക്കെ നീങ്ങിപ്പോവുകയും ചെയ്യത്തുള്ളൂ. ഇത് യേശു അവിടേക്ക് ഇറങ്ങി വരണം. ആ സഭയുടെ ആരാധനാക്രമം നമ്മളൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ എന്ത് ഓർഡറായിട്ടാണ് ഓരോ കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ ജഡ രാഗമോഹങ്ങളെ നമ്മൾ ഇന്ന് ക്രൂശിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിനോടുകൂടി എൻ്റെ രാഗമോഹങ്ങളെ ക്രൂശിൽ തറച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ്റെ വിശ്വാസത്തെങ്കിലത്രേ. അപ്പോൾ ആ വിശ്വാസം ഗലാത്യർ 2:20 ഞാൻ പറഞ്ഞത്. അപ്പോൾ കർത്താവിനോടുകൂടി നമ്മൾ മരിച്ചിരിക്കുന്നു. കർത്താവ് മരിച്ചപ്പോൾ നമ്മൾ മരിച്ചു. അതും വചനമുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായ ക്രിസ്തുയേശുവിന് വേണ്ടി തന്നെ ജീവിക്കേണ്ടതാവുന്നു. നമ്മൾ മരിച്ചു. നമ്മൾ ക്രിസ്തുവിനോടുകൂടി സ്നാനമേറ്റിരിക്കാൻ അവനോടുകൂടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു പുതുക്കപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ പുതുക്കപ്പെട്ട അവസ്ഥയിലും നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ലോകവ്യവഹാരങ്ങളിൽ ഇടപെട്ടിട്ട് ചിലപ്പോൾ നമ്മുടെ ദേഹികൾ പിശാചിൻ്റെ കയ്യിൽ പോയാൽ അവൻ അതിനെ കൊല്ലും. അങ്ങനെ നമ്മുടെ ചത്ത ദേഹികൾ ഉയർപ്പിക്കണ്ടേ, അല്ലെങ്കിൽ ക്രിസ്തുവിലാക്കണ്ടേ? അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ മരിച്ചു കിടക്കുന്ന ദേഹികളെ നാളെ ഓർക്കണം. നാളെ ഓർത്ത് കർത്താവെ ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിൻ്റെ സന്നിധിയിൽ പിഴച്ചുപോയി, എൻ്റെ ദേഹി പിശാചിൻ്റെ പിടിയിൽ ഇരിപ്പുണ്ട്. പിശാചിൻ്റെ പിടിയിലിരിക്കുന്ന ആ ദേഹികളെ കർത്താവെ നീ ഉയർപ്പിക്കുവാൻ ഇന്നത്തെ വിശുദ്ധ കുർബാന ഉതകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിലെ പാതാളത്തിലേക്കും ഇറങ്ങി വരും. പാതാളം പറുദീസ മരിച്ച് കഴിഞ്ഞതിന് ശേഷം ലഭിക്കുന്ന ഒന്നല്ല. നമ്മൾ നമ്മുടെ ഈ ലോക വ്യവഹാര ജീവിതത്തിൽ കടന്നു പോകുന്ന ചില സാധ്യതകളാണ്. പാതാളത്തിൽ കിടക്കുന്ന ദേഹികളെ ഉയർപ്പിച്ച് കർത്താവിൽ ആക്കുവാൻ കർത്താവിന് സാധിക്കും. കർത്താവിലിരിക്കുന്ന ദേഹികളെ പിടിച്ചെടുത്ത് പാതാളത്തിലേക്കിടുവാൻ പിശാചിനും സാധിക്കും, നമ്മൾ അവന് വഴിപ്പെട്ട് കൊടുത്താൽ. ഏദൻ തോട്ടത്തിൽ അതാണ് സംഭവിച്ചത്. പറുദീസയിലാണല്ലോ പിശാച് കയറിയത്. അപ്പോൾ കർത്താവിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു ദേഹിയെ കർത്താവിൽ നിന്ന് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. അങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിശാചിൻ്റെ കയ്യിൽ നമ്മുടെ ദേഹികളിരിപ്പുണ്ടെങ്കിൽ കർത്താവേ ആ ദേഹികളെ നിൻ്റെ കയ്യിലേക്ക് ഏറ്റെടുക്കുവാൻ വേണ്ടി നീ എൻ്റെ പാതാളത്തിൽ ഇറങ്ങി വരണമേ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവൻ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് ജീവനോടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, അവൻ എൻ്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ പാതാളം പറുദീസ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴേ അനുഭവിക്കുന്ന ഘടകങ്ങളാണ്. മുഴുവനും പറുദീസയിലാകുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ ആ വലിയ ആനന്ദത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരുന്നത്. ഈ ജഡത്തെ എത്രയും വിശുദ്ധിയായി കാക്കുന്നു അത്രയും ആനന്ദം നമ്മളിലേക്ക് വരുന്നത് നമ്മൾ ജഡത്തെ തോൽപ്പിച്ച് നമ്മുടെ പാപാവസ്ഥയിൽ നിന്ന് പാതാള അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ഉള്ളിലേക്ക് മറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. കൊലോസ്യർ 3:1 ആകയാൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതുകൊണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നുവെന്നാണ്. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിനോടുകൂടി നാം മരിക്കുമ്പോൾ നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ തന്നെ മറഞ്ഞിരിക്കുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ അവസ്ഥയുണ്ട്. അതുകൊണ്ട് പാതാളത്തിൽ കിടക്കുന്ന ദേഹി പറുദീസയിലേക്കാൻ യേശുവിനും പറ്റും. പറുദീസയിലിരിക്കുന്ന ആ ദേഹിയെ അവൻ്റെ ബന്ധത്തിൽ നിന്ന് വിടുവിച്ചെടുത്ത് നമ്മുടെ സഹകരണത്താൽ പിശാചിനെ പാതാളത്തിൽ കൊണ്ടിടുവാൻ പറ്റും.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പാതാളത്തിൽ നിന്ന് പറുദീസയിലേക്കും പറുദീസയിൽ നിന്ന് പാതാളത്തിലേക്കും വഴിയുണ്ട്. ഒന്നും കൂടെ മനസ്സിലാക്കണം. പറുദീസയിൽ നിന്നും പാതാളത്തിലേക്ക് വീഴ്ചയ്ക്കുള്ള ഒരു വഴിയുമുണ്ട്. പാതാളത്തിൽ നിന്ന് പറുദീസയിലേക്ക് ഉയർച്ചയ്ക്കുള്ള മറ്റൊരു വഴിയുമുണ്ട്. പക്ഷേ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്കോ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്കോ വഴിയില്ല. ധനവാന്റെ ഉപമയിൽ കർത്താവ് അതാണ് സൂചിപ്പിക്കുന്നത്. അതൊരു ഉപമയായിട്ട് പറയുകയാണ്. അത് സ്വർഗം നരകം, രണ്ട് എക്സ്ട്രീം അവസ്ഥയാണ്. ഇവക്ക് തമ്മിൽ ഒരു ബന്ധവുമില്ല. സ്വർഗം നരകം, ദൈവം പിശാച് എന്ന് പറയുന്ന പോലെ തന്നെയാണ് സ്വർഗം നരകം. പക്ഷേ പാതാളം പറുദീസ അതല്ല. പരിശുദ്ധ സഭയുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ വാങ്ങിപ്പോകുമ്പോൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നവർ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ പറുദീസയിലേക്ക് പോകും. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ്. പിശാചിനെയും അവൻ്റെ കൂട്ടങ്ങളെയും തീപ്പൊയ്കയിൽ ഇടുന്ന അവസ്ഥയാണ് നരകം. ആ സ്വർഗവും നരകവുമായിട്ട് ബന്ധമില്ല. പക്ഷേ പറുദീസയിൽ നിന്ന് പാതാളത്തിലേക്കും പാതാളത്തിൽ നിന്ന് പറുദീസയിലേക്കും വഴിയുള്ളതിനാൽ പാതാളത്തിൽ വീണ് കിടക്കുന്ന നമ്മുടെ ദേഹികളെ ജീവിപ്പിച്ച് പറുദീസയിലാക്കണമേ എന്ന് ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മളുടെ ചത്ത ദേഹികളെയും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇത് ദുഃഖ ശനിയാഴ്ച നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു പ്രത്യേക കർത്തവ്യവും എല്ലാ വിശുദ്ധ കുർബാനയിലും നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യവുമാണ്. അതുകൊണ്ട് ദുഃഖ ശനിയാഴ്ച എന്ന് പറയുന്ന ഈ ദിവസം വാങ്ങിപ്പോയവരെ മാത്രമല്ല നമ്മളെയും കൂടെ സമർപ്പിക്കണം, നമ്മുടെ ചത്ത ദേഹികളെയും കൂടെ സമർപ്പിക്കണം. അവർ പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, മരിച്ചവരുടെ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് ഞങ്ങളെ നീ വീണ്ടും കൊള്ളണമേ. കണ്ടോ, മരിച്ചു പോകുന്ന മരിച്ചവരുടെ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് ഞങ്ങളെ നീ വീണ്ടും കൊള്ളണമേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവെ, മരിച്ചു പോകുന്ന മരിച്ചവരുടെ രണ്ടാമത്തെ മരണത്തിൽ, ഏതായി രണ്ടാമത്തെ മരണം? നമ്മളിപ്പോൾ പറഞ്ഞ നരകത്തിൻ്റെ അവസ്ഥയാണ്. അതിൽ നിന്ന് ഞങ്ങളെ വീണ്ടും കൊള്ളണമെന്നാണ്. അതായത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ കരുണ ലഭിക്കണം. കരുണാ ദിവസം എന്നാണ് അതിനെ പറയുന്നത്. ജഡ്ജ്മെൻറ്റ് ഡേ. ജഡ്ജ്മെൻറ്റ് ഡേക്ക് യൗമോ റഹമോ എന്നാണ് പറയുന്നത്. അതായത് കരുണാ ദിവസം, അനുകൂലത്തിൻ്റെ ദിവസം. അതായത് കർത്താവെ, മരിച്ചു പോകുന്ന മരിച്ചവരുടെ രണ്ടാമത്തെ മരണത്തിൽ ഞങ്ങളെ നീ വീണ്ടും കൊള്ളണമേ. പാപനാശത്തിൽ നിന്നും നാശക്കുഴിയിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളണമേ. നിൻ്റെ ശരണത്തിന്മേൽ ഉറങ്ങിപ്പോയ ഞങ്ങളെ മരിച്ചവരെ നിൻ്റെ സ്വർഗരാജ്യത്തിൽ നീ ആനന്ദിപ്പിക്കണമേ. ഇത് ഒരു വലിയ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ വാങ്ങിപ്പോയവർക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്ന മഹത്തായ ദിവസമാണിത്. ആ പ്രാർത്ഥനയിൽ നമ്മളും കൂടെ ചേർന്ന് നമ്മുടെ വാങ്ങിപ്പോയവരോടൊത്ത് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഈ ശ്രേഷ്ഠമായ ഈ ദിവസത്തിൽ നമുക്ക് നമ്മുടെ വാങ്ങിപ്പോയവരെ എല്ലാം സമർപ്പിക്കാം. ഇങ്ങനെ പാതാളത്തിൽ കിടക്കുന്ന ദേഹികൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ ആ ദേഹിയാണ് കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ ദേഹിക്കാണ് ആനന്ദം. നമ്മൾ ഉയർപ്പെരുന്നാളിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു പോയിട്ട് നമുക്ക് ആനന്ദവും സന്തോഷവും ഉണ്ടാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും ചത്ത ദേഹികൾ കിടക്കുന്നു എന്നാണ്. അഹങ്കാരം മാറിയിട്ടില്ല, വിനയം വന്നിട്ടില്ല, മറ്റുള്ളവനോടുള്ള പക മാറിയിട്ടില്ല, മോഹങ്ങൾ, ജഡത്തിൻ്റെ മോഹങ്ങളൊന്നും പോയിട്ടില്ല. കാരണം ഇതെല്ലാം പിശാചിൻ്റെ പിടിയിൽ തന്നെ നിന്നിട്ട് വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടും അത് മാറുന്നില്ല എങ്കിൽ പിടി അവൻ്റെ കയ്യിൽ തന്നെയാണെന്നാണ്. ആ പിടി വിടിവിക്കുവാൻ കർത്താവിനോട് പാതാളത്തിലേക്ക് ഇറങ്ങി എല്ലാ ദേഹികളെയും വീണ്ടെടുത്ത യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അതിനായിട്ട് ഈ ദുഃഖശനിയാഴ്ചയുടെ ശുശ്രൂഷ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ക്രൂശിന്മീതെ ബലിയായി തീരാൻ സൂതനെ വീട്ടോൻ താതൻ സ്തോത്രം
ലേപനമേറ്റ പുത്രൻ വന്യൻ സൂചന സർവം നീറവേറ്റിയവൻ റൂഹാസ്തുത്യൻ